അദ്ദേഹത്തിന് കല്യാണമായി. സെക്കൻഡ് മാരേജ് എന്നാ ഇവിടെ ഉള്ളവര് പറയുന്നത്. നേരത്തെ ഒരിക്കൽ കല്യാണം കഴിച്ചതാ. അവളാണെങ്കി ഇങ്ങേരെ തേച്ചിട്ടും പോയി. പക്ഷെ ആ നന്മകളെയെല്ലാം തകർത്ത് കളയുന്ന അതിക്രൂരമായൊരു തെറ്റ് ചെയ്തു. സകലവിധ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണിനെ പൊട്ടപ്പാത്രം എറിയും പോലെ എറിഞ്ഞു കളഞ്ഞു. രക്തത്തിൽ പിറന്ന മകളെ അനാഥ കുഞ്ഞിനെ പോലെ വളർത്തി. 1000 നന്മകൾ മാഞ്ഞുപോയി. ആ ഭീകര തെറ്റിനെ ദൈവം ഒരു പിടിപിടിച്ചു. അപമാനിതയായ ഒരു പെണ്ണിന്റെ പ്രാക്കാണ് കുരുക്ഷേത്രത്തിൽ കണ്ടത്. 100 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ശാപമാണ് ദ്വാരകയിൽ കണ്ടത്. പത്മാവതി മാഡത്തിന്റെ ശാപ വർമ്മസാർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്റെ മോൻ ആ കൊച്ചിന്റെ ശാപം പിടിച്ചു വാങ്ങരുത്. നീ എങ്ങനെ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ആ കുട്ടിയും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യണം. കേന്ദ്രമന്ത്രിയാ വരുന്നേ. വൃത്തിയോടും വെടുപ്പോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു തലനാരിഴ പോലും ഭക്ഷണത്തിലൊന്നും പറന്നു വീഴാൻ പാടില്ല. പണി പാളുവേ. മന്ത്രി ഒറ്റയ്ക്കേ ഉള്ളൂ മാഡം. അതിപ്പോ കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ചിലപ്പോ പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടേക്കാം. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും. വേറെ പല സിൽബന്ധികളും കണ്ടേക്കാം. എന്തായാലും വരുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കണം. വെജിറ്റേറിയൻ മതിയോ? വെജിറ്റേറിയനോ? അതൊന്നും പോരാ, നോൺ വെജ് തന്നെ വേണം. ഡൽഹിന്ന് വരുന്നവന്മാരാ ഫുഡ് തട്ടുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. അല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഷെഫ് ഉണ്ടല്ലോ, അയാള് പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താ മതി. ഷെഫ് ചിലപ്പോ അയാളുടെ സെർവൻസിനെ കൂടി കൊണ്ടുവരും. നിങ്ങൾ നമ്മുടെ ആളല്ലേ, നിങ്ങൾ അവരുടെ കൂടെ കൂടിയാ മതി. ശരി മാഡം. തറയെല്ലാം നല്ല പോലെ തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇടണം. മാറാലെല്ലാം തൂക്കണം. ഒരു പൊടി പോലും തറയിലെങ്ങും കണ്ടുപോരുത്, കേട്ടല്ലോ? ആ സ്റ്റെപ്പ് എല്ലാം മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തേക്കണം. ചെയ്യും. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. എന്തായാലും ഇവിടെ എന്തോ ഒരു വിശേഷമുണ്ട്, അതിൽ തർക്കമില്ല. എങ്ങനെ ഇതൊന്നും അറിയും? ആരോട് ചോദിക്കും? വിശേഷമുണ്ട്. ഷെഫല്ലേ ആ നിൽക്കുന്നേ? ഷെഫേ, ഷെരീഫേ. ഞാൻ ഷെരീഫല്ല, എൻ്റെ പേര് അർജുനൻ. നീ അർജുനനായാലും ഭീമനായാലും എനിക്കൊന്നുമില്ല. അതെ, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്താ? ഈ വീട്ടിൽ എന്താ പരിപാടി? എന്തോ വലിയ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കും അറിയില്ല. എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. ഷെഫേ, എനിക്കും കൂടി എന്തെങ്കിലും ഒരു ജോലി തരുമോ? എന്നെ സഹായിക്കാൻ ഒരാൾ വേണം. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് ഒരു കൂലിവേല ചെയ്യുന്ന ആളായിട്ട് തോന്നുന്നില്ലല്ലോ. കൂലിവേലക്കാരിയൊന്നുമല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലേ കൂലിവേല ചെയ്തല്ലേ പറ്റൂ. എന്തായാലും വാ, ഇവിടുത്തെ കൊച്ചമ്മയോടൊന്ന് പറഞ്ഞു നോക്കാം. ഓ, മാഡം, ഇന്നത്തേക്ക് ഇവിടെ ജോലിക്കാർ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇവർക്കൂടെ ഒരു ജോലി കൊടുക്കുമോ?
ഇവരെന്താ മാസ്ക് വെച്ചിരിക്കുന്നേ? എനിക്ക് അലർജി ആയതുകൊണ്ടാ. ഓ, ഇവള് ജോലിയൊക്കെ ചെയ്യോ? ഓ, നന്നായിട്ട് ചെയ്യും. എന്താ നിന്റെ പേര്? ആ, മഞ്ജു. ശരി, ഇന്നത്തേക്ക് കുറച്ച് ജോലിക്കാരെയൊക്കെ വേണം. ആ, നല്ലതുപോലെ ജോലി ചെയ്യുവാണെങ്കിൽ നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ ജോലി തരാം. ഉം. നീ ഇപ്പൊ അകത്തേക്ക് ചെല്ല്. വാ. നിനക്ക് ഞാൻ നല്ല പണി തരാടി. അതെ, ഇതാണോ എം ഡിക്ക് കൊടുത്തുവിടുന്ന ഫയല്? ആ അതെ. സ്വാമി സാറിനാണെങ്കിൽ കാണാനും ഇല്ല. ഞാനാണെങ്കിൽ ഒരു ചായ പോലും കുടിച്ചില്ല. സ്വാമി സാർ അപ്പുറത്തുണ്ട്, ഞാൻ കൊടുത്തോളാം. ആ എന്നാ ശരി, കൊടുത്തേക്ക്. ഇതാ. എന്റെ ദൈവമേ, അല്ല, ഈ കൊച്ചങ്ങോട്ടാ പോയേ? അത് ഞാൻ ഒരു ഫയൽ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. റെഡിയാക്കിയില്ലേ? അത് റെഡിയായി. ഇതാണോ? ഇതാ. ഓ, ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഈ പെണ്ണ് കാണുന്നതിന്റെ ഇടയ്ക്ക് ഫയലൊക്കെ നോക്കാൻ പറ്റുമോ എന്തോ. പെണ്ണ് കാണല്ലോ? ആർക്ക്? നമ്മുടെ എം ഡി ഇല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നേ കല്യാണാലോചനയുടെ തിരക്കാ. അദ്ദേഹത്തിന് കല്യാണമായി. സെക്കൻഡ് മാരേജ് എന്നാ ഇവിടെ ഉള്ളവര് പറയുന്നേ. നേരത്തെ ഒരിക്കൽ കല്യാണം കഴിച്ചതാ. അവളാണെങ്കി ഇങ്ങേരെ തേച്ചിട്ടും പോയി. ദൈവമേ, വെറുതെ അല്ല രാജു എന്നെ വഴക്ക് പറഞ്ഞത്. ഇവളെ എനിക്കിവിടെ വേണം. ഇവളിവിടെ ജോലി ചെയ്യണം. നമ്മളോട് ചെയ്തതിനൊക്കെ ഇവിടെ വെച്ച് പകരം വീട്ടണമേ. രാജു എന്നോട് സ്നേഹമില്ല. അപ്പൊ രാജു ആ ലെറ്റർ വീട്ടിൽ കാണിക്കും. എന്റെ ജോലി പോവും, എന്റെ മാനവും പോവും.